My dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 10.2 ക്വസ്റ്റ്യൻ നമ്പർ 9 തൊട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് 9th ക്വസ്റ്റ്യൻ ചെയ്യാം. ഐ ഷാൽ റീഡ് ദ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 214, ക്വസ്റ്റ്യൻ നമ്പർ 9. In figure 10.13, xy and x dash y dash are two parallel tangents to a circle with center O and another tangent AB with point of contact C intersecting xy at A and x dash y dash at B. Prove that angle AOB is equal to 90 degree. This is the question. ഒരല്പം ആലോചിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഇതിൽ 2-3 പ്രോബ്ലംസ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഒരല്പം ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റും, ഒന്ന് ആലോചിച്ച് ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രോബ്ലമാണ് ഇത്. കുറച്ച് ലെങ്തിയാണ്, ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ ഒ ബി വിച്ച് വിൽ ബി ദിസ് ആംഗിൾ അല്ലേ, ഈ ആംഗിളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആംഗിൾ എ ഒ ബി 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. നോക്കുക, എങ്ങനെയാണ് നമുക്ക് ആ ആംഗിൾ 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒയിൽ നിന്ന് സിയിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യാം. ഒ സി എന്ന് പറയുന്ന ഒരു ലൈൻ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ രണ്ട് ട്രയാങ്കിൾ കോൺക്രുവൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുക? നോക്കുക, ഈ ആംഗിൾ എന്ന് പറഞ്ഞത് 90 ആയിരിക്കും. റീസൺ എന്താ? ഫസ്റ്റ് തിയറം പറയുന്നുണ്ട്, റേഡിയസ് ആൻഡ് ടാൻജൻസ് ആർ പാരലൽ. ഈ ക്വസ്റ്റ്യനിൽ 3 ടാൻജൻസ് ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ അറിയാം. ഒന്ന് എക്സ് വൈ എന്ന് പറയുന്നു, ഒന്ന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നു, ഒന്ന് ഏതാ എ ബി എന്ന് പറയുന്നു. ഈ 3 ലൈൻസും ടാൻജൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ടാൻജൻ്റ് ആണെങ്കിൽ ഒ പി എന്ന് പറയുന്നത് റേഡിയസ് ആണല്ലോ. റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ തിയറത്തിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് തിയറം പറയുന്നുണ്ട് അല്ലേ. റേഡിയസ് ആൻഡ് ടാൻജൻസ് വിൽ ബി പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ആ ആംഗിൾ 1 ആണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ തന്നെ ഇവിടെ നോക്കൂ, ഈ ആംഗിളും എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി. വാട്ട് ഇസ് ദ റീസൺ? ഒ സി എന്ന് പറയുന്നത് റേഡിയസ് ആണ്, എ ബി ടാൻജൻ്റ് ആണ്. റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 2 എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 1 90 ആണ്, ആംഗിൾ 2 എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 because both are 90 degree. Why it is 90 degree? Because by theorem 10.1. 10.1 theorem പറയുന്നു, എന്താണ് പറയുന്നത്? റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതുകൊണ്ടാണ് അത് രണ്ടും 90 ഡിഗ്രി ആണെന്ന് എടുത്തത്. ഓക്കെ, സോ വി ഹാവ് 1 and 2 ആർ ഈക്വൽ ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. നോക്കാം നമുക്ക്. ഇനി അതിൽ ഒ എ എന്ന് പറയുന്നത് കോമൺ ആണല്ലോ. ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒ എ എന്ന് പറയുന്നത് അതിൽ കോമൺ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ എ വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ളതാണ് ഒ എ. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡാണ് ഒ എ. സോ ദാറ്റ് ഈസ് ഈക്വൽ. വേറെ ഏതെങ്കിലും സൈഡ് നിങ്ങൾക്ക് അതിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഈസി. It is easy to say OP and OC are equal because these two sides are radius അല്ലേ. OP എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും? ഈക്വൽ ആണ്. സോ ദേ ആർ റേഡിയൈ ഓഫ് ദ സർക്കിൾ. ദാറ്റ്സ് വൈ OP and OC are equal because they are radius of the circle. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ, ഏതാണ് ട്രയാങ്കിൾ എന്ന് കൃത്യമായിട്ട് അറിയണം. ഒന്ന് ഒ എ പി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ഒന്നേതാ ഒ എ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പറയാം? കോൺക്രുവൻ്റ് ആണെന്ന് പറയാം അല്ലേ. ട്രയാങ്കിൾ പേര് പറയുമ്പോൾ ഒ എ പി എന്ന ഓർഡറിലാണ് എടുത്തതെങ്കിൽ അപ്പുറത്ത് നമ്മൾ പറയുമ്പോൾ ഒ എ സി എന്ന് പറയണം അല്ലേ. അതേ ഓർഡറിൽ തന്നെയായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒ എ പി ആൻഡ് ഒ എ സി ദ ആർ കോൺക്രുവൻ. ഏത്
ക്രൈറ്റീരിയ അല്ലെങ്കിൽ കോൺഗ്രുവൻസ് റൂളാണ് നമ്മൾ അപ്ലൈ എന്ന് പറയാൻ പറ്റൂ. RHS കോൺഗ്രുവൻസ് റൂൾ. വൈ ഇറ്റ് ഈസ് RHS? ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോഡ്ന്യൂസ് ആയിരിക്കും അല്ലേ. ഹൈപ്പോഡ്ന്യൂസ് ആൻഡ് എനി അതർ സൈഡ്സ് ആർ ഈക്വൽ, then triangles are congruent. ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിച്ചത്? RHS കോൺഗ്രുവൻസ് റൂൾ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഹൈപ്പോഡ്ന്യൂസ് ഈക്വൽ ആണ്, വേറൊരു സൈഡ് കൂടി ഈക്വൽ ആണ്. സോ RHS കോൺഗ്രുവൻസ് റൂൾ ഉപയോഗിച്ച് OAPയും OACയും കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാം. OAP OAC കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 3 എന്ന് വിചാരിക്കാം, ഈ ഒരു ആംഗിൾ 4 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ 3 ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? ആംഗിൾ 4 ആണെന്ന് പറയാം. എന്താണ് കാരണം? ബൈ CP CT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. 3ഉം 4ഉം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് ആ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ആംഗിൾ പേര് കൊടുക്കാം. ആംഗിൾ 5, അതുപോലെ ഈ ആംഗിളിന് ഒരു ആംഗിൾ 6 എന്ന് കൊടുത്തു. 5ഉം 6ഉം. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്നും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്യാം. അപ്പോൾ രണ്ടും ഒരേപോലെ ആണെങ്കിൽ നമുക്കറിയാം മാത്സിൽ അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ഏതാണ്? ആംഗിൾ 5 ഈസ് ഈക്വൽ ടു എന്താണ്? ആംഗിൾ 6. അത് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ആംഗിൾ 5 ഈസ് ഈക്വൽ ടു ആംഗിൾ 6. അപ്പോൾ രണ്ട് പ്രൂഫ് ഒരേപോലെ ആണെങ്കിൽ ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഡയറക്റ്റ് പറയാം സിമിലർലി എന്ന് പറഞ്ഞിട്ട് അല്ലേ. സോ ആംഗിൾ 5 ഈസ് ഈക്വൽ ടു ആംഗിൾ 6 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 3 ഈക്വൽ ടു 4 എന്നും 5 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതായത് AB എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് തന്നിട്ടുണ്ട് അല്ലേ. നോക്കൂ, രണ്ട് ലൈൻസ് ആണ് അവിടെ ഉള്ളത്, ഒന്ന് XY, ഒന്ന് X', Y'. അതിനെ ഒരു ടാൻജന്റ് തന്നിട്ടുള്ളതാണ് AB എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിനെ നിങ്ങൾക്ക് എന്താണ് വിളിക്കാൻ പറ്റുക? വി ക്യാൻ സേ ദേ ആർ co-interior angles. Co-interior angles എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ അല്ലേ. അതിന് പറയുന്ന പേരാണ് co-interior angles. നോക്കൂ, ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ AB എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ ആയിട്ട് നമുക്ക് വിചാരിക്കാം അല്ലേ. ഇവിടെ AB എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ ആണെന്ന് വിചാരിക്കാം. മനസ്സിലാവാൻ വേണ്ടി ഞാൻ താഴെ ഒന്ന് മാറ്റി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ AB ഇസ് എ ട്രാൻസ്വേഴ്സൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ co-interior angles ആണ്. their sum will be 180 degree. they are supplementary എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ആംഗിൾ PAC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ A ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈസ് പ്ലസ് ആംഗിൾ QBC എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗിൾ B, അതാണ് QBC എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. QBC they will be equal to 180 degree എന്ന് പറഞ്ഞാൽ ആംഗിൾ Aയും ആംഗിൾ Bയും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും വരിക. എന്താ അതിൻ്റെ റീസൺ? they are co-interior angles. നമുക്കറിയാം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ co-interior angles will be supplementary. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180. ഏത് ആംഗിൾസ് എന്ന് മനസ്സിലാക്കണം? ടോട്ടൽ ആംഗിൾ Aയും ടോട്ടൽ ആംഗിൾ Bയും മനസ്സിലാവാൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ 180 ആയിരിക്കും, co-interior angles ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഈ PAC എന്ന് പറയുന്നത് സം ഓഫ് ടു ആംഗിൾസ് ആണല്ലോ. PAC എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം കൂടി ആഡ് ചെയ്തതല്ലേ ആംഗിൾ A എന്ന് പറയുന്നത്. അപ്പോൾ PACനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4. ഫിഗറിൽ നിന്ന് നമുക്കറിയാം 3ഉം 4ഉം കൂടി ആഡ് ചെയ്തതാണ് ടോട്ടൽ ആംഗിൾ A എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ QBC എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ കൂടി ആഡ് ചെയ്തത്, അതായത് 5ഉം 6ഉം കൂടി ആഡ് ചെയ്തതാണ് QBC. അപ്പോൾ അതിന് പകരം ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6. PAC എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 4, QBC എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 6. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. പക്ഷേ നമുക്കറിയാം
3യും 4ഉം ഈക്വൽ ആണല്ലോ, രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 3ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, ആംഗിൾ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആംഗിൾ 3 ആംഗിൾ 4 ഈക്വൽ ആയതുകൊണ്ട് 3ക്ക് പകരം ആംഗിൾ 4 എന്ന് എഴുതി. ആംഗിൾ 4 അതുപോലെ തന്നെ എഴുതി. ആംഗിൾ 5ന് പകരം എന്ത് എഴുതാം, ആംഗിൾ 6 എന്ന് വേണമെങ്കിൽ എഴുതാം. ബിക്കോസ് 5 and 6 ആർ ഈക്വൽ. അപ്പോൾ 5ന് പകരം ആംഗിൾ 6 എന്ന് എഴുതി. ആംഗിൾ 6 അതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഞാൻ ചെയ്തത്. 3ക്ക് പകരം ആംഗിൾ 4 എന്നും 5ന് പകരം ആംഗിൾ 6 എന്നും കൊടുത്തു കേട്ടോ. എന്തിനാണ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നോക്കുക, നമുക്ക് വേണ്ടത് AOB എന്ന് പറഞ്ഞ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 90 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൽ ഈ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് ആവശ്യം അല്ലേ. അവിടെ നമുക്ക് വേണ്ട ആംഗിൾസ് 4ഉം ഏതാ 6ഉം ആണ്. 3 നമുക്ക് വേണ്ട, അതുപോലെ 5ഉം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ള ട്രയാങ്കിൾ, നമുക്ക് വേണ്ട ട്രയാങ്കിളിലെ നമുക്ക് ആവശ്യമുള്ള രണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാ, ആംഗിൾ 4ഉം ആംഗിൾ 6. ദാറ്റ് ഈസ് വാട്ട് വി നീഡഡ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്ക് വേണ്ടത് ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ആണ്. അതുകൊണ്ടാണ് അത് 4ലേക്കും 6ലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, ആംഗിൾ 4 പ്ലസ് ആംഗിൾ 4 എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ 4 ആണ് അല്ലേ, രണ്ടെണ്ണം ഉണ്ട്. പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 6 എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ 6 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. രണ്ട് 1 plus 1 it will be 2 angle 4, 1 angle 6 plus 1 angle 6 it will be 2 angle 6, it is equal to 180. ഈ രണ്ടെണ്ണത്തിൽ കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്, 2 വരുന്നുണ്ട് അല്ലേ. സോ വി ക്യാൻ ടേക്ക് 2 കോമൺ ഔട്ട്സൈഡ്. 2 പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നായി അല്ലേ. രണ്ടൊന്നും കോമൺ ആയിട്ടുള്ള 2 പുറത്തേക്ക് എടുത്തു കേട്ടോ. സോ വെൻ യു ടേക്ക് 2 ഔട്ട്സൈഡ് ഇറ്റ് വിൽ ബി ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 degree, which means angle 4 plus angle 6 is equal to 180. Multiplication will divide it, change into division. അപ്പോൾ 2 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ബൈ എന്നായിട്ട് വന്നു അല്ലേ. 180 by 2 which will be 90. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എന്താ, angle 4 plus angle 6 is equal to 90 degree. ഇതാണ് നമുക്ക് കിട്ടിയത്. 4ഉം 6ഉം കൂടി ആഡ് ചെയ്താൽ 90 ആണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. നമുക്കിപ്പോൾ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് അല്ലേ. ഈ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ AOB എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാൻ വേണ്ടി വേണമെങ്കിൽ ലൈൻ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. ഏതാണ് ആ ട്രയാങ്കിൾ, AOB എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കാണാം അല്ലേ. AOB ഈ ട്രയാങ്കിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് സം ഓഫ് 3 ആംഗിൾസ് എത്രയായിരിക്കും വരിക, 180 ഡിഗ്രി ആണ് അല്ലേ. അത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കൂ, നമ്മൾ ആ ട്രയാങ്കിൾ AOB കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, in triangle AOB ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ, ആംഗിൾ 4 അല്ലേ. ഈ ആംഗിൾ എത്രയാ, ആംഗിൾ 6. ആ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് കിട്ടും ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ AOB will be equal to 180 ഡിഗ്രി. എന്താ പറഞ്ഞേ, ഒരു ട്രയാങ്കിൾ കാണാം AOB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ AOB എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ് കേട്ടോ. അത് മൂന്നും കൂടി ആഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക, 180 ഡിഗ്രി ആണ് അല്ലേ. അതിൽ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6, 4 എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്, ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 അല്ലേ. 4 പ്ലസ് 6 രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 ഡിഗ്രിയാണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ ആംഗിൾ 4 പ്ലസ് ആംഗിൾ 6ന് പകരം 90 ഡിഗ്രി എന്ന് കൊടുക്കാം. സോ 90 പ്ലസ് AOB is equal to 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ആംഗിൾ AOB will be equal to 180 മൈനസ് 90 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 90 ആവും അല്ലേ. 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്,
90 ഡിഗ്രി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്താ നമ്മൾ ഉപയോഗിച്ചത്? ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് അവസാനം ഉപയോഗിച്ചത്. അതിൽ 4ഉം 6ഉം കൂടി ആഡ് ചെയ്താൽ 90 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് പകരം 90 എന്ന് കൊടുത്തു. ആംഗിൾ എ ഒ ബി അതുപോലെ എഴുതി ഈക്വൽ ടു 180. അതിൽ എ ഒ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 വിച്ച് ഈസ് ഈക്വൽ ടു 90. അപ്പോൾ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അല്ലേ? ആംഗിൾ എ ഒ ബി 90 ഡിഗ്രി. അപ്പോൾ എന്താണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തത്? ഞാൻ പെട്ടെന്ന് പറയാം. ഒരല്പം ഡിഫിക്കൽട്ട് അല്ല, ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്തതാണ്. ഈ രണ്ട് ട്രയാങ്കിൾ, നമുക്കിവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് പ്രൂവ് ചെയ്തു? കോൺക്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും കോൺക്രുവൻ്റ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ 5ഉം 6ഉം ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ രണ്ട് ആംഗിൾ, ആംഗിൾ എയും ആംഗിൾ ബിയും കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ 3 + 4 + 5 + 6 180 ആണ്. അതിൽ 3ക്ക് പകരം 4 എന്നും 5ന് പകരം 6 എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 2 ആംഗിൾ 4 + 2 ആംഗിൾ 6 180 ആവും. അതിന് ആംഗിൾ 4 + ആംഗിൾ 6 90 ഡിഗ്രി ആണെന്ന് ആദ്യം കണ്ടുപിടിച്ചു. 4ഉം 6ഉം കൂടി 90 ഡിഗ്രി ആണെങ്കിൽ ട്രയാങ്കിൾ എ ഒ ബിയിലെ 4 + 6 എന്ന് പറഞ്ഞാൽ 90 ആണെങ്കിൽ റിമൈനിങ് ആംഗിൾ എത്രയായിരിക്കും? 90. എന്താ കാരണം? ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ഈസി ആയിട്ട് ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കുക എന്താണ് നമ്മൾ ചെയ്തത്? ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇറ്റ് ഈസ് 10. Prove that the angle between the two tangents drawn from an external point to a circle is supplementary to the angle subtended by the line segment joining the points of contact at the center. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത് നല്ലോണം വായിച്ച് നോക്കണം. ആദ്യം എന്താ പറയണേ? പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ആസ് യൂഷ്വൽ ഒരു സർക്കിൾ നമ്മൾ ആദ്യം വരച്ചു. ഇനി ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നു അല്ലേ? ആ പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റ് പി ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കണമെന്ന് പറയണം. അപ്പോൾ ഒരു ടാൻജൻറ്റ് നമ്മൾ ഇങ്ങോട്ട് വരച്ചു, ഒരു ടാൻജൻറ്റ് താഴേക്കും വരച്ചു. ഇത് എ എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കുക, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. രണ്ടാമത്തത് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ബി ആയിട്ട് എടുക്കാം അല്ലേ? സോ സെക്കൻഡ് പോയിന്റ് നമുക്ക് ബി എന്ന് പറഞ്ഞെടുക്കാം. സോ എയും ബിയും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണ് അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നല്ലോണം വായിച്ച് നോക്കണം. ആദ്യം പറഞ്ഞ ആംഗിൾ ഏതാന്ന് നോക്കൂ. പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ടാൻജൻസ്. ഏതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു ടാൻജൻസ് എന്ന് പറഞ്ഞാൽ പി എയും പി ബിയും ആണ് രണ്ട് ടാൻജൻസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഈ ആംഗിൾ ആണ് അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക്. ആംഗിൾ ബിറ്റ്വീൻ ദ ടു ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈസ് സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 180 ആവും അല്ലേ? സപ്ലിമെൻ്ററി ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെൻറ്റർ. ഏത് ആംഗിളായിട്ടാണ് സപ്ലിമെൻ്ററി ആവണമെന്ന് പറയണേ? രണ്ടാമത് പറഞ്ഞത് ഏതാ? ഈ ആംഗിളും വേറൊരു ആംഗിളും സപ്ലിമെൻ്ററി ആണെന്ന് പറയുന്നു. അതിൽ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആംഗിൾ ഏതാണെന്ന് നല്ലോണം വായിച്ചു നോക്കൂ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെൻറ്റർ. സെൻറ്റർ എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ ഒ ആണെന്ന് വിചാരിക്കുക. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എ ആണ് അല്ലേ? എയിൽ നിന്ന് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ ഏതാ? ഒ എ. അതുപോലെ സെൻറ്ററിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ജോയിൻ ചെയ്താൽ ഏതാ ലൈൻ വരിക? ലൈൻ ജോയിനിങ് ഒ ബി. ഇതാണ് അവർ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കുന്ന നല്ലോണം. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്. ഏതൊക്കെയാണ് പോയിന്റ്സ് ജോയിൻ ചെയ്യണേ? ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്. രണ്ട് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. ഏതാ? ഒന്ന് എയും ഒന്ന് ഏതാ? ബിയും. ഇത് രണ്ടും പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് അല്ലേ? ഈ രണ്ട് പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും എവിടേക്ക് ജോയിൻ ചെയ്യണമെന്നാണ് പറയണത്? പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെൻറ്റർ. ഈ രണ്ട് പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ, അതായത് ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആംഗിളും അതുപോലെ ആദ്യം പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് എന്ന് പറയുന്നു,
ഈ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അത് സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മനസ്സിലാക്കേണ്ടത് പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് ആംഗിൾ ബിറ്റ്വീൻ ടു ടാൻജൻസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. അത് 1 ആണെന്ന് വിചാരിക്കാം, ഇത് 2 ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്താണ് അപ്പോൾ ഇനി പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്? ഈ ആംഗിളും ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ആദ്യം ഈ ആംഗിൾ 1 ആണെന്ന് വിചാരിക്കാം, ഇത് ആംഗിൾ 2 ആണെന്ന് വിചാരിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണെന്നാണ്? 180 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ദേ ആർ സപ്ലിമെൻ്ററി എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ആംഗിൾ എന്ന് പറഞ്ഞത് എത്രയായിരിക്കും വരിക? ലെറ്റ് ഇറ്റ് ബി ആംഗിൾ 3. അത് 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ? റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്കൂ, ഈ ആംഗിൾ എന്ന് പറഞ്ഞതും OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, PB എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. നമുക്കറിയാം റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും ബൈ തിയറം 10.1. നമുക്ക് അവിടെ നിന്ന് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 and it is equal to 90 ഡിഗ്രി. എന്താണ് കാരണം? ബൈ തിയറം 10.1 it says that 10.1 തിയറം പറയുന്നു റേഡിയസും ടാൻജൻറ്റും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ്സ് വൈ റിട്ടൺ ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, OAPB എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ? ഇതിന് 3 എന്നും ഈ ആംഗിളിന് 4 എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ 3ഉം 4ഉം എത്രയാണ്? 90 ഡിഗ്രിയാണ് തിയറി ഉപയോഗിച്ച്. നമുക്ക് നോക്കാം. OAPB ഈസ് എ ക്വാഡ്രിലാറ്ററൽ. എന്തുകൊണ്ടാണ് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട്? ഇറ്റ് ഈസ് ഹാവിങ് 4 സൈഡ്സ് അല്ലേ? അതിന് 4 സൈഡ്സ് ആണുള്ളത് OAPBക്ക്. അതുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ വിൽ ബി ഹൗ മച്ച്? ഇറ്റ് വിൽ ബി 360 degree. So we can say that angle 1 plus angle 2 plus angle 3 plus angle 4 will be equal to 360 degree എന്ന് പറയാം അല്ലേ? അതിൽ ആംഗിൾ 3 അതുപോലെ ആംഗിൾ 4 നമുക്കറിയാം എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3ക്ക് പകരം 90 എന്ന് കൊടുക്കാം, ആംഗിൾ 4ന് പകരം 90 എന്ന് കൊടുക്കാം. ബിക്കോസ് 3 and 4 are equal to 90 degree is equal to 360 ഡിഗ്രി. നോക്കൂ, ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് 90 കൂടി എത്രയായി? 180 ആയി അല്ലേ? ഇസ് ഈക്വൽ ടു 360 വിച്ച് മീൻസ് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഇസ് ഈക്വൽ ടു 360 മൈനസ് 180. ഇവിടുത്തെ പ്ലസ് 180 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 180 എന്നാവും അല്ലേ? 360 180 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും വരിക? 180 ഡിഗ്രി. സോ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 180 ഡിഗ്രി ആണെന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈസ് 180 ഡിഗ്രി. വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. അങ്ങനെ ചെയ്ത് ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 90. ബിക്കോസ് കറക്ഷൻ, ഈ രണ്ട് ആംഗിളിൻ്റെ സം എത്രയാ? 360 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ കറക്ഷൻ, ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിൻ്റെ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്താ അതിൻ്റെ റീസൺ? ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. സം ഓഫ് ഓൾ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 360 ഡിഗ്രി ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടി 180 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര തന്നെയായിരിക്കും വരിക? 180 ഡിഗ്രി തന്നെയായിരിക്കും വരിക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഇത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ് നെക്സ്റ്റ് ഞാൻ വായിക്കാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് ദ പാരലലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് എ റോംബസ്. എന്താ പറഞ്ഞത്? ഒരു പാരലലോഗ്രാം ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു എന്തായിരിക്കും? റോംബസ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത് അല്ലേ? സർക്കിൾ ആദ്യം വരച്ചു അല്ലേ? ആസ് യൂഷ്വൽ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പാരലലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു പാരലലോഗ്രാം വരച്ചു. നെക്സ്റ്റ് ഒരു പാരലലോഗ്രാം
വരയ്ക്കുക കേട്ടോ. സോ ഫിഗർ ഏകദേശം ഇതുപോലെ വരും. ഒരു പാരലലോഗ്രാം ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പാരലലോഗ്രാം ABCD ആണെന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പാരലലോഗ്രാം സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാരലലോഗ്രാം എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് എ റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AB ഈസ് ഈക്വൽ ടു BC ഈസ് ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു AD ഓർ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. മനസ്സിലാക്കണം, ഒരു പാരലലോഗ്രാം റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഓൾ സൈഡ്സ് ഈക്വൽ ആണെങ്കിലും ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ദാറ്റ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ അതൊരു എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾറെഡി ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ AB അതുപോലെ CD എന്ന് പറയുന്നത് ഓൾറെഡി ഈക്വൽ ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇൻ ഓർഡർ ടു പ്രൂവ് ഇറ്റ് ഈസ് എ റോംബസ് ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പാരലലോഗ്രാം ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. കാരണം അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾറെഡി ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഓൾറെഡി ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയാൽ പിന്നെ എല്ലാ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ ഈക്വൽ അല്ലേ. എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ദാറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് ഇറ്റ് ഈസ് എ റോംബസ്. അത് മനസ്സിൽ വയ്ക്കണം. ഇനി ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം കുറച്ച് മുന്നേ ചെയ്തിരുന്നു, കഴിഞ്ഞ മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. AB ഫിഗർ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ABCD അല്ലേ. സപ്പോസ് ദിസ് ഈസ് A, ദിസ് ഈസ് B ആൻഡ് ദിസ് വൺ ഈസ് C ആൻഡ് D. നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തിരുന്നു. AB പ്ലസ് DC, അതായത് ഈ രണ്ട് സൈഡുകളുടെ സം അല്ലേ, ഈസ് ഈക്വൽ ടു സം ഓഫ് ദീസ് ടു സൈഡ് വിച്ച് ഈസ് AD പ്ലസ് BC. ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. സം ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇത്. പക്ഷെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിച്ചാൽ ആദ്യം ഇത് പ്രൂവ് ചെയ്യണമുണ്ടോ, എന്നിട്ടേ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പാടുള്ളൂ, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വി നീഡ് ടു പ്രൂവ് ഈ സം ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തതാണ്, ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ, സംശയമുള്ളവർ നോക്കുക. A എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരയ്ക്കണ ടാൻജൻസ്, ഇവിടെ പേര് നമുക്ക് കൊടുക്കാം PQRS എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് PQRS എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AP അതുപോലെ AS ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ വിൽ ബി ലെങ്ത് ഓഫ് ദ ടാൻജൻറ്റ് വിൽ ബി ഈക്വൽ. 10.2 തിയറം പറയുന്നുണ്ട്. ഒരു എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം AP ഈസ് ഈക്വൽ ടു AS. ഏത് തിയറം ഉപയോഗിച്ച്? ബൈ തിയറം 10.2. 10.2 പറയുന്നുണ്ട് ഒരു പോയിന്റ് നിന്ന് എക്സ്റ്റേണൽ പോയിന്റ് നിന്ന് ടാൻജൻസ് സർക്കിളിലേക്ക് വരച്ചാൽ അതിൻ്റെ ലെങ്ത് ഓഫ് ടാൻജൻസ് ഈക്വൽ ആണെന്ന്. അപ്പോൾ എയിൽ നിന്ന് വരച്ച രണ്ട് ടാൻജൻ്റ് ആണ് AP AS. അതുപോലെ ബിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ഉണ്ടല്ലോ, ഏതാണ്? BP അതുപോലെ ഏതാ? BQ. അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഇതേ തിയറം ഉപയോഗിച്ചിട്ട് കേട്ടോ. ബിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസും ഈക്വൽ ആയിരിക്കും. സിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ഉണ്ട്, CQ അതുപോലെ ഏതാ? CR അല്ലേ. CQ CR ഈ രണ്ട് ടാൻജൻസും ഇതേ തിയറം ഉപയോഗിച്ച് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഡിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ഉണ്ടല്ലോ, ഏതാ? DS ഈസ് ഈക്വൽ ടു DR. അതും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എയിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസും ബിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ്, സിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ്, ഡിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ്, ഇതെല്ലാം എന്തായിരിക്കും?
ഈക്വൽ ആയിരിക്കും. തിയറം 10.2 നമ്മൾ ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടാൻജൻസിൻ്റെ ലെങ്ത് ഒക്കെ ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി പ്ലസ് ഡി സി ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. എ ബി പ്ലസ് ഡി സി ഈസ് ഈക്വൽ ടു ഫിഗറിലെ എ ബി പ്ലസ് ഡി സി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. എ ബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ പി പ്ലസ് പി ബി, ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. എ പി പ്ലസ് പി ബി എന്ന് പറയുന്നതാണ് എ ബി. ഫിഗറിൽ നോക്കിയാൽ അറിയാം. ഡി സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. ഡി ആർ പ്ലസ് ആർ സി അല്ലെങ്കിൽ സി ആർ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡി സിനെ ഡി ആർ പ്ലസ് സി ആർ ആഡ് ചെയ്തതാണ് ഡി സി അല്ലേ. ഡി ആറും സി ആറും ആഡ് ചെയ്തതാണ് ഡി സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പിക്ക് പകരം ഇവിടെ ഒരു വാല്യൂ അറിയാം. ഏതാ? എ എസ്. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ബിക്ക് പകരം ഒരു വാല്യൂ അറിയാം. അത് ഏതാ? ബി ക്യു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ആറിന് പകരം ഒരു വാല്യൂ അറിയാം. ഡി എസ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സി ആറിന് പകരം ഒരു വാല്യൂ അറിയാം. ഏതാ? സി ക്യു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഈക്വൽ ആയിട്ട് ഒരു ടേം അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ ഇവിടെ. അങ്ങനെയാണെങ്കിൽ എ പി എ എസ് ഐ, പി ബി ബി ക്യു ഐ, ഡി ആർ ഡി എസ് ഐ, സി ആർ സി ക്യു ഐ, അതെല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി നമുക്ക് ആൻസറിലേക്ക് കിട്ടാനായിട്ട് എ എസും ഡി എസും കൂടി ആഡ് ചെയ്താലാണ് എ ഡി കിട്ടുക അല്ലേ. അപ്പോൾ ഞാൻ എ എസും ഡി എസും അടുപ്പിച്ച് എഴുതിയിട്ടാണ് ഈ രണ്ട് ടേം ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതി. ബാക്കി ഇവിടെയുള്ളത് ഏതാ? ബി ക്യൂവും പിന്നെ ഏതാ? സി ക്യൂ അല്ലേ. ഈ രണ്ട് ടേം അടുപ്പിച്ച് എഴുതി. അതെന്താ എഴുതാനായിട്ടുള്ള കാരണം? എ എസും ഡി എസും ഒരുമിച്ച് വന്നാലാണ് എനിക്ക് എ ഡിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് ഗ്രൂപ്പ് ചെയ്തത് കേട്ടോ. ഇനി നോക്കൂ, എ എസ് പ്ലസ് ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഗർ ഒന്ന് മനസ്സിലാക്കാം. എന്താണ്? എ ഡി ആണ് അല്ലേ. അപ്പം അതിന് പകരം എ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഏതാ? ബി സി ആണ് അല്ലേ. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? ബി സി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എ ബി പ്ലസ് ഡി സി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഓൾറെഡി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സസൈസിൽ കേട്ടോ. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ നമ്പർ 8th ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൂഫാണ് ഇപ്പോൾ എഴുതിയത്. നമ്മൾ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചോദിച്ചാൽ ആദ്യം ഈ പ്രൂഫ് എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നൗ വി ഹാവ് എ റിസൾട്ട്. എ ബി പ്ലസ് ഡി സി ഈസ് ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി ഇതൊരു പാരലലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇതൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. സോ എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. ഇറ്റ് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് എ പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുമല്ലോ. അപ്പോൾ എ ബി വിൽ ബി ഈക്വൽ ടു സി ഡി അല്ലെങ്കിൽ ഡി സി. അതുപോലെ നമുക്ക് പറയാം എ ഡി വിൽ ബി ഈക്വൽ ടു ബി സി. ഇറ്റ് ഈസ് ഗിവൺ എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. എന്താ റീസൺ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സോ വിൽ ഗെറ്റ് എ ബി എന്ന് പറഞ്ഞാൽ ഡി സി ആയിരിക്കും, എ ഡി എന്ന് പറഞ്ഞാൽ ബി സി ആയിരിക്കും. ഇനി ഈ റിസൾട്ടിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ എ ബി പ്ലസ് ഡി സി എന്നതിന് പകരം ഇക്വേഷൻ നമ്പർ 1ലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ മാറി വരും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അവിടെ എ ബിക്ക് പകരം എ ബി എന്ന് തന്നെ എഴുതി. ഡി സിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് എ ബി, ബിക്കോസ് ബോത്ത് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും പാരലോഗ്രാമിന് അല്ലേ. അപ്പോൾ ഡി സി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ ബി എന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. റൈറ്റ് സൈഡിൽ എ ഡി എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ബി സിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ബി സി എന്നതിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? എ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതാണ് കാരണം. അപ്പോൾ എ ബി പ്ലസ് എ ബി എന്ന് മാറി വരും. അപ്പോൾ 2ab എന്ന് എഴുതാം. എ ഡി പ്ലസ് എ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 2AD ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ 2ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. വാട്ട് യു വിൽ ബി ഹാവിങ് ഈസ് എ ബി ഈസ് ഈക്വൽ ടു എ ഡി. ഇതാണല്ലോ കിട്ടുക. ചെയ്തതൊന്നുമില്ല. ഈ ഇക്വേഷനിൽ ഡി സിക്ക് പകരം എ ബി എന്ന് കൊടുക്കാം, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലോ.
ബി സിക്ക് പകരം AD എന്ന് കൊടുക്കാം. അപ്പോൾ 2AB 2AD എന്ന് വന്നു. 2 ക്യാൻസൽ ചെയ്താൽ AB ഈസ് ഈക്വൽ ടു AD എന്ന് കിട്ടി. നോക്കൂ, ABയും ADയും ഈക്വൽ ആണെങ്കിൽ വാട്ട് കെൻ യു സേ? ഇഫ് AB ആൻഡ് AD ആർ ഈക്വൽ, വാട്ട് കെൻ യു സേ? അഡ്ജസൻറ്റ് സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? നോക്കൂ, AB എന്ന് പറയുന്നതും AD എന്ന് പറയുന്നതും എന്താണ്? ഈ പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? ഇതൊരു പാരലലോഗ്രാം ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾറെഡി എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ, ഇവിടം വരെ എഴുതിയിട്ട് പറയാം, ഹെൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ എല്ലാ സൈഡ്സും എന്തായിക്കോളും? ഈക്വൽ ആയിക്കോളും കേട്ടോ. ഹെൻസ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. Therefore, what you can say? ABCD is a, we can say ABCD is a rhombus. എന്തുകൊണ്ടാണ് റോംബസ് ആവാനായിട്ടുള്ള കാരണം? അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? സോ ABCD ഈസ് എ റോംബസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലാക്കണം, ഒരു പാരലലോഗ്രാം റോംബസ് ആവാനായിട്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് എന്താ? AB ഈസ് ഈക്വൽ ടു AD എന്ന് പ്രൂവ് ചെയ്താൽ അതൊരു പാരലലോഗ്രാം ആയി, പാരലലോഗ്രാം ഒരു റോംബസ് ആയി വരും. അത് മനസ്സിലാക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. ഇതുപോലെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, അത്ര ബുദ്ധിമുട്ടില്ല. ആ പ്രോപ്പർട്ടി മനസ്സിലായാൽ ഈസി ആയിട്ട് ചെയ്യാം. റിമൈനിങ് ക്വസ്റ്റ്യൻ we will do in the next module. Thank you for watching. Don't forget to subscribe.